ഇവിടെ കോൺഗ്രസിൻ്റെ എടുത്തു പറയുന്നത് മാത്രം. കോൺഗ്രസിൻ്റെ അണികളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നേതാക്കന്മാർ ചിന്തിക്കുന്നുണ്ടോ? കാരണം ഇവിടെ ഗ്രൂപ്പല്ല വലുത്, പാർട്ടിയാണ് വലുത്. ഈ പാർട്ടിയിലെ ഓരോ നേതാക്കളും, ഇപ്പോൾ ഉദാഹരണം ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആരാ? ഉമ്മൻചാണ്ടി ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് വിനയത്തോടെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ടാക്കി അദ്ദേഹം കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ വിനയവും ഒക്കെയാണല്ലോ. ഇതിൻ്റെ പാരമ്പര്യം ആണ് ഈ ചാണ്ടിയുമ്മന് കിട്ടിയത്. അപ്പോൾ ചാണ്ടിയുമ്മന് ഇപ്പോൾ MLA ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ നാളെ മന്ത്രിയായിരിക്കും. പക്ഷേ ചെറിയ ചെറിയ സ്ഥാനങ്ങൾ കിട്ടാതെ നമ്മൾ ഈ പറഞ്ഞ എന്തിനേലും എന്നെ അവിടെ വിളിച്ചില്ല. തൃക്കാക്കര മണ്ഡലത്തിൽ ഇലക്ഷൻ ഉണ്ടായി. ഉമാ തോമസ് അവിടെ സ്ഥാനാർത്ഥി ജയിച്ചത്. അവിടെ ചാണ്ടിയുമ്മനെ ഒരു ചുമതല ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ചില സ്ഥാനങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പരാതികൾ. അത് കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ അങ്ങോട്ടുള്ള ഒരു ചായ്വിലൂടെ സംസാരിക്കും. പിന്നെ പത്രക്കാരെ കാണുമ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉമ്മൻചാണ്ടി ചെയ്തിരുന്ന കാര്യമല്ല. ഇവിടുത്തെ അണികളായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെ വല്ല MLA ആവാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. അവരൊക്കെ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു മെമ്പറാവുകയും. പിന്നെ എന്ത് പ്രതീക്ഷ ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മനസ്സിൽ കൊണ്ടിടുന്നു. എപ്പോഴെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ആവാതിരിക്കാം, ചിലപ്പോൾ ആവാതിരിക്കാം. അങ്ങനെ ഉള്ള ആളുകളാണ് ഭൂരിപക്ഷം പേരും. അതിൽ നിങ്ങൾക്കൊക്കെ MLA ആവാൻ പറ്റും, മന്ത്രിയാവാൻ പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കിടന്ന് കാണിക്കുമ്പോൾ ജനം എന്ത് വിധി എഴുതും നിങ്ങൾക്ക്? ഉമ്മൻചാണ്ടിയുടെ മകനായ നിങ്ങൾ അപ്പ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ അപ്പൻ്റെ മകനാവണ്ടേ? അപ്പൻ്റെ മകനാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാവോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞ് തീർക്കണം, സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഈ ചാനലുകാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഉള്ള വില കളയരുത്. ജനങ്ങളിത് കാണുന്നുണ്ടെന്നുള്ള ചിന്ത. ചാണ്ടി ഉമ്മൻ്റെ മൂല്യം എന്താണെന്ന് അവർ തന്നെ വിധി എഴുതും. അതുപോലെ അബിൻ വർക്കി കേസിൻ്റെ പ്രസിഡൻ്റാവുമെന്നുള്ള ധാരണയിൽ അത് കിട്ടാതെയായി കഴിഞ്ഞപ്പോൾ ചാനലിന് മുമ്പിലൊന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊന്നൊക്കെ സൂക്ഷിക്കണം നിങ്ങൾ.